السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله قان. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന എൻ്റെ സഹോദരിമാര് സഹോദരന്മാര് അർഹമുർ റഹീമീനായ അല്ലാഹ് ഒരു നിലക്കും അവരെ കൊയക്കല്ല അല്ലാഹ്, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല തമ്പുരാനെ, അവർക്ക് ബലാഉകൾ കൊടുക്കല്ല തമ്പുരാനെ. എല്ലാ പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളും അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ ബാത്തിലാക്കണേ അല്ലാഹ്, നീ ബാത്തിലാക്കണേ അല്ലാഹ്, നീ ബാത്തിൽ ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ മജ്ലിസിൽ വെച്ച്, ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ്. ധാരാളം ആളുകൾക്ക് ഉപകരിക്കുന്ന ഒരു അമലാണ്. അത് ഞാൻ പറയാനുള്ള കാരണം, ധാരാളം ആളുകൾ ചോദിക്കുന്നത്, തങ്ങളെ ഞങ്ങൾ ദുആ ചെയ്യുന്നു, ഞങ്ങൾ ഇരു കരങ്ങൾ അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ഞങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹു ഞങ്ങളെ ദുആ സ്വീകരിക്കുന്നില്ല, ഞങ്ങളെ മുറാദുകളൊന്നും ഹാസിലാകുന്നില്ല, ഞങ്ങളെ ഉദ്ദേശങ്ങൾ നടക്കുന്നില്ല എന്ന് പൊട്ടിക്കരഞ്ഞ് പറയുന്ന ആളുകൾ ധാരാളം ആളുകളുണ്ട്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വന്നുകൊണ്ട് പറയുന്ന ആളുകളുണ്ട്, തങ്ങളെ ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ, ഞങ്ങൾ ദുആ ചെയ്യുന്നു, ഞങ്ങളെ ദുആ ഒന്നും അല്ലാഹു സ്വീകരിക്കുന്നില്ല, അതിനെന്തെങ്കിലും അമലുണ്ടോ, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ എന്തെങ്കിലും അമൽ തങ്ങൾ എടുത്തുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്, എന്ന് സങ്കടത്തോടെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ എന്തെങ്കിലും ഒരു അമല് തങ്ങളെടുത്തുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ. ഇൻഷാ അല്ലാഹ് ആ ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് ഞാൻ കൈമാറുന്നത്. നിങ്ങളിലേക്ക് ഇന്ന് നമ്മൾ കൈമാറുന്നത് ആ ഒരു അമലാണ്. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അല്ലാഹുവിൽ നിന്ന് നേടിയെടുക്കാൻ, നമുക്ക് നേടിയെടുക്കാൻ എന്താണ് അതിനുള്ള അമല്? നിങ്ങളെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാവാൻ നമ്മൾ ചോദിക്കാത്തൊരു കുഴപ്പമുള്ളൂ, അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കാത്തൊരു പ്രയാസമുള്ളൂ. നമ്മൾ ആ നിലയിൽ ചോദിക്കേണ്ട നിലയിൽ നമ്മൾ ചോദിച്ചാൽ അല്ലാഹു അതിന് ഉത്തരം നൽകും. അതിനുള്ള ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത്. ധാരാളം ആളുകൾ പറയുന്നത്, എൻ്റെ ജോലിക്കാര്യത്തിന് തങ്ങളെ ഞാൻ ദുആ ചെയ്തു, ഞാൻ ധാരാളം സ്ഥലങ്ങളിലേക്ക് CV അയച്ചു, ഞാൻ പഠിച്ചനുസരിച്ച് ജോലി എനിക്ക് നേടിയെടുക്കാൻ സാധ്യമാകുന്നില്ല. അതിനുള്ള ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഈ അമല് ഈ ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക. നിങ്ങൾക്ക് ജോലി പ്രയാസമാണോ, അല്ലാഹു അതിനുള്ള മാർഗം എളുപ്പമാക്കി തരും. വിവാഹ തടസ്സങ്ങളാണോ, അല്ലാഹു അതിനുള്ള മാർഗം എളുപ്പമാക്കി തരും. പൈശാചികമായ ഉപദ്രവങ്ങളാണോ, അല്ലാഹു അതിനുള്ള ബാത്തിലാവാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി തരും.
എന്ത് പ്രയാസമാണോ, വീട് പണി പൂർത്തിയാകുന്നില്ല തങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ദുആ ചെയ്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യ്, അല്ലാഹുവിനോട് ചോദിക്ക്. പിന്നെ ചോദിക്കുന്ന ആളുകള് കടമാണ് തങ്ങളെ, വലിയ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്, ഇതിൽ നിന്നൊരു കരകയറാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ദുആ നിങ്ങളെ ജീവിതത്തിൽ കൊണ്ടുപോവാ, നിങ്ങളെ ജീവിതത്തിൽ ഈ ദുആ കൊണ്ടുപോവാ, അതിനുള്ള നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകും. വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ്. അത്ഭുതം നമുക്ക് ജീവിതത്തിൽ കാണാം. ഇത് ആത്മാർത്ഥമായിട്ട് അതിൻ്റെ സമയങ്ങളിൽ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം നടക്കുന്നതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. ധാരാളം ആളുകൾക്ക് എഫക്റ്റ് ചെയ്തൊരു അമലാണ് ഈ അമല്. ധാരാളം ആളുകൾക്ക് അവരുടെ ഉദ്ദേശങ്ങൾ നേടിയെടുത്തൊരു അമലാണ് ഈ അമല്. ധാരാളം ആളുകൾ, നമ്മൾ ചോദിക്കുന്നത് എന്തും അല്ലാഹു നൽകും. നിങ്ങളെ എന്ത് പ്രയാസത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ അത് വെച്ചാണ് ഈ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചോദിക്കുന്നത്, ഈ ദുആ കൊണ്ടുവന്ന് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അതിനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി തരും. അതിനുള്ള പ്രയാസങ്ങൾ മാറി അതിനുള്ള ത്വരീഖത്തിന്റെ വഴി അല്ലാഹു എളുപ്പമാക്കി തരും ഇൻഷാ അല്ലാഹ്. ഇങ്ങനെയുള്ള അമലല്ലേ നമുക്ക് വേണ്ടത്. ചെറിയ അമലാണ്, എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ ഒരു അമലാണ് ഇൻഷാ അല്ലാഹ്. ഈ അമല് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ പറയുന്നത് പോലെ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് കടക്കാം. ധാരാളം ആളുകൾ പല ഭാഗത്തു നിന്ന് വിളിക്കുന്ന ആളുകൾ, തങ്ങളെ ഇനി എന്നാണ് വീട്ടിലുണ്ടാകുക, തങ്ങൾ എത്തിയോ, തങ്ങൾ ഖത്തറിൽ നിന്ന് എത്തിയോ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് യാത്രക്ക് റാഹത്തായി എത്തിയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഇനി വീട്ടിലുണ്ടാകുന്നത് 21-ാം തീയതി തിങ്കളാഴ്ചയാണ്. 21-ാം തീയതി ഈ മാസം 21-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് ഈ നമ്പറിൽ ബുക്ക് ചെയ്ത് വഴി ചോദിച്ച് അന്വേഷിച്ച് വരിക. ധാരാളം ഭാഗങ്ങളിൽ നിന്ന്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ, ഞാൻ വെറുതെ പറയുന്നതല്ല, ഇവിടെ വന്ന ആളുകൾക്ക്, അത് അനുഭവിച്ച ആളുകൾക്ക് അറിയാവുന്നതാണ്. പല ദിക്കുകളിൽ നിന്നാണ് ഇവിടത്തേക്ക് കൺസൾട്ടിങ്ങിനായി വരുന്ന ആളുകൾ. എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ തമിഴ്നാട് പോലുള്ള, കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടത്തേക്ക് വരുന്ന ആളുകൾ, എൻ്റെ ദ്വീപ് നിവാസികൾ, നമ്മുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന എൻ്റെ ദ്വീപ് നിവാസികൾ, ധാരാളം പ്രദേശങ്ങളിൽ നിന്ന് ഇവിടത്തേക്ക് കൺസൾട്ടിങ്ങിനായി വരുന്ന ആളുകൾ, ഇൻഷാ അല്ലാഹ് അവരെ ധാരാളം മുറാദുകൾ, ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, സങ്കട കണ്ണീരുകൾ പറഞ്ഞുകൊണ്ട്, ദുരിതങ്ങളും എടങ്ങേറുകളും പറഞ്ഞുകൊണ്ട് ഇവിടത്തേക്ക് വരുന്ന ആളുകൾ, അർഹമുർ റഹീമീനായ തമ്പുരാനെ അവരെല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരെ ഹലാലായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. പരിപൂർണ്ണ നിലക്ക് നീ ഹാസിലാക്കണേ അല്ലാഹ്. നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നുകൊണ്ട് ധാരാളം നേട്ടങ്ങൾ കൊയ്തെടുത്ത ആളുകൾ, കല്യാണ കാര്യങ്ങൾ റെഡിയായ ആളുകൾ, ജോലി പ്രയാസങ്ങൾ റെഡിയായ ആളുകൾ, വിൽപ്പന പ്രയാസങ്ങൾ, ഭൂമി വിൽപ്പന പ്രയാസങ്ങൾ റെഡിയായ ആളുകൾ, കടമാണ് തങ്ങളെ ഈ ഭൂമി എനിക്ക് വിൽക്കണം, എൻ്റെ വീടും പറമ്പും വിൽക്കണം. നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് റാഹത്തായ ധാരാളം ആളുകൾ, വിവാഹ തടസ്സങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് പോയി ഞങ്ങൾ റെഡിയാകുന്നില്ല. ഒരു ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ അവരിവിടെ വരികയും അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും റാഹത്താകുകയും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇത് എൻ്റെ ഒരു മഹത്വമോ എൻ്റെ ഒരു ഫളായിലോ ഞാൻ പറയുന്നതല്ല. പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങിയ ആളുകൾ ഞങ്ങളെ ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇപ്പൊ റാഹത്താണ്, അൽഹംദുലില്ലാ, വീട്ടിലൊരു ഐക്യമുണ്ട്, ഒരു സമാധാനമുണ്ട്, റാഹത്തുണ്ട് എന്ന് പറയുന്ന ആളുകൾ. ഇതൊക്കെ ഞാൻ പറയുന്നത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തെത്തിയ ബാഹസൻ ജമലുല്ലൈലി പാപ്പ, ഞങ്ങളൊക്കെ വല്ലിപ്പയായ ജമലുല്ലൈലി സാദാത്തി, ഞങ്ങളെ വല്ലിപ്പയായ ബാഹസൻ ജമലുല്ലൈലി പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. ഓരോരോ അമലുകൾ ഈ മജ്ലിസിൽ പറയുമ്പോഴും അവിടുത്തെ സമ്മതം ചോദിച്ചിട്ടാണ്, അവിടുത്തെ ഇജാസത്ത് പ്രകാരമാണ് ഓരോരോ അമൽ
അമലുകൾ പറയുന്നത്. അവിടുത്തെ ഹദറത്തിലേക്ക് ചെന്നുകൊണ്ട് സമ്മതം ചോദിച്ചിട്ടാണ് ഓരോരോ അമലാണെങ്കിലും ഇൻഷാ അല്ലാഹ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള വീട്ടിലെ കൺസൾട്ടിംഗ് രീതിയാണെങ്കിലും അവിടുത്തെ പാരമ്പര്യ രീതിയിലാണ്. അതാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക്, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടത്തേക്ക് വരുന്ന ആളുകൾക്ക്, അമലുകൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് അവരെ കാര്യങ്ങൾ റാഹത്താകുന്നത്. പാപ്പയുടെ പേരിൽ 11 ഫാത്തിഹ ഓതുന്ന ആളുകൾ, അവിടത്തേക്ക് നേർച്ചകൾ കൊടുക്കുന്ന ആളുകൾ, റഹ്മാനുർ റഹീമീനായ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരെ കാര്യങ്ങളൊക്കെ ഉടനടി റെഡിയാകുകയാണ്, അവരെ കാര്യങ്ങൾ ശരിയാകുകയാണ്. അവിടുത്തെ ഒരു കറാമത്താണ്. ആ മഖാമിലെ ജമലുൽ പാപ്പയുടെ കറാമത്താണ്. അല്ലാഹുവേ നിലനിർത്തണേ അല്ലാഹ്. അവിടുത്തെ ദറജ നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ ദറജ നീ ഏറ്റി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്, ഞങ്ങളെ കാത്തോളണേ തമ്പുരാനെ. അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാഹ്, നീ സംരക്ഷിക്കണേ അല്ലാഹ്. അവിടുത്തെ കുരുത്തും പൊരുത്തവും കിട്ടുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നൽകല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് ഇടങ്ങേറുകൾ നൽകല്ലേ അല്ലാഹ്. ഒരാളെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഒരാളെ മുന്നിൽ ഞങ്ങളെ വഷളാക്കല്ലേ അല്ലാഹ്. മാനം കെടുത്തല്ലേ തമ്പുരാനെ, മാനം കെടുത്തല്ലേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഉപ്പാപ്പയുടെ നോട്ടം കൊണ്ട് മാത്രമാണ് ഈ മജ്ലിസിന്റെ വളർച്ച. ഇവിടത്തേക്ക് ആളുകൾ, വരുന്ന ആളുകളുടെ കാര്യങ്ങൾ റെഡിയാകുന്നത്. റഹ്മാനുർ റഹീമീനായ അല്ലാഹ് നീ നിലനിർത്തണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അമലിലേക്ക് കടക്കാം. എന്താണ് അമൽ? ഇൻഷാ അല്ലാഹ് ഈ ദുആ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾക്ക് ഉത്തരമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാൻ എഴുതി ഉണ്ടാക്കിയതല്ല. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും മഹാനായ സമറത്ത് ഇബ്നു ജുൻദബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാം. മഹാനായ സമറത്ത് ഇബ്നു ജുൻദബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലവട്ടം ഞാൻ പറയുന്നതായിട്ട് കേട്ടതാണ്. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലവട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഞാൻ കേട്ടതാ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ സമറത്ത് ഇബ്നു ജുൻദബ് റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തവണയല്ല പല തവണയായിട്ട് ഞാൻ ഈ ദുആഇനെ ഞാൻ കേട്ടു. ഇത് ഹബീബായ തങ്ങൾ മാത്രമല്ല, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു, ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്നു ഈ ദുആ. ഇൻഷാ അല്ലാഹ് നിങ്ങളും ചെയ്യണേ, നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്, നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ അല്ലാഹുവേ അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, അവർ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. എപ്പോഴാണ് ചൊല്ലേണ്ടത്? നിങ്ങൾ ചൊല്ലേണ്ട സമയം എപ്പോഴാണ്? ഈ ദുആഇനെ ചെയ്യേണ്ട സമയം എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും മഹാനായ സമറത്ത് ഇബ്നു ജുൻദബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം ഹബീബായ തങ്ങൾ പലവട്ടം ഇത് പറയുന്നതായിട്ട് ഞാൻ കേട്ടിരുന്നു. ഹബീബായ തങ്ങൾ മാത്രമല്ല, മൂസാ നബി അലൈഹിസ്സലാമും ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കിയിരുന്നു. ആ പവർഫുൾ ആയിട്ടുള്ള അമ്പിയാക്കൾ ജീവിതത്തോട് ചേർത്ത് വെച്ച ഈ അമലിനെ ഇൻഷാ അല്ലാഹ് ഈ സയ്യിദി മജ്ലിസിലേക്ക് നിങ്ങൾക്കും ഞാൻ പകർന്നു തരാം.
നിങ്ങൾക്ക് ഞാൻ തരികയാണ്, ഒരു ഹദിയയായിട്ട് നിങ്ങൾക്ക് ഞാൻ തരികയാണ്. നിങ്ങളത് സ്വീകരിക്കണേ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ, നിങ്ങൾ പ്രാവർത്തികമാക്കണേ. ഇൻഷാ അല്ലാഹ് ഓരോരുത്തരെ എഴുതി അറിയാകുന്ന ആളുകൾ ഇത് കമന്റിൽ എഴുതാൻ അറിയാകുന്ന ആളുകൾ, തങ്ങളെ ഇത് ഞാൻ ചെയ്യാം, സിമ്പിളാണല്ലോ, ഇത് ഞാൻ ചെയ്യാം, ഇത് ഞാൻ ചെയ്തിരിക്കും ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ എഴുതി അറിയിക്കുക. ഇത് ഞാൻ ചെയ്യാം. ഇത് ഞാൻ പറയാനുള്ള കാരണം ആരൊക്കെ ഇത് ചെയ്യുന്നു, ഇത് ആരൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്ന് ഇൻഷാ അല്ലാഹ് അറിഞ്ഞ് നമുക്ക് ദുആ ചെയ്യണ്ടേ. നമുക്ക് ഇരു കരങ്ങൾ ആകാശത്തിലേക്ക് അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണ്ടേ. അതിനു വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളോട് ഞാൻ എഴുതാൻ പറഞ്ഞത്. എഴുതി അറിയിക്കണേ, ഞാനിത് ചെയ്യാം തങ്ങളെ, ഞാനിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം തങ്ങളെ. ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. എഴുതി അറിയിക്ക്. എന്താണ് ആ ദുആ? എന്താണ് ആ പവർഫുൾ ആയിട്ടുള്ള ദുആ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലവട്ടം പറഞ്ഞതായിട്ട് സമുറത്ത് ബിൻ ജുന്ദബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. ഹബീബായ തങ്ങൾ മാത്രമല്ല മഹാനായ മൂസ നബി അലൈഹിസ്സലാമും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു. അത് നമുക്ക് അറിയേണ്ടേ. ഈ ദുആ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് എഴുതി വെച്ചോ. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്ക് ചൊല്ലണ്ടേ, നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണ്ടേ. എന്നിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കണ്ടേ, പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണ്ടേ. അതുകൊണ്ട് എഴുതി വെച്ചോ. ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യണേ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. اللهم أنت خلقتني وأنت تهدني وأنت تطعمني وأنت تسقني وأنت تميتني وأنت تحييني. ഇൻഷാ അല്ലാഹ് ഇതുപോലെയാണ് ചെയ്യേണ്ടത്, ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. ഒന്നും കൂടി നിങ്ങൾ കേട്ടോ, എഴുതി വെച്ചോ. അല്ലാഹുമ്മ അൻത ഖൽഖതനി വഅൻത തഹ്ദിനി وأنت تطعمني وأنت تسقني وأنت تميتني وأنت تحييني. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. എപ്പോഴാണ് ഞങ്ങൾ ചെയ്യേണ്ടത് തങ്ങളെ? ഈ ദുആയിനെ ഞങ്ങൾ എപ്പോഴാണ് ചെയ്യേണ്ടത്? നിങ്ങൾ സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ടും ഒരു 3 പ്രാവശ്യം നിങ്ങൾ ഈ ദുആ ചെയ്യുക. എന്നിട്ട് നിങ്ങളെ മുറാദ് എന്തു മുറാദാണെങ്കിലും ഹബീബായ തങ്ങളിൽ നിന്ന് മഹാനായ സമുറത്ത് ബിൻ ജുന്ദബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇത് പറയുന്നതായിട്ട് കാണാം. അല്ലാഹുവിനോട് എന്തു ചോദിച്ചാലും, നിങ്ങൾ എന്തോ മുറാദ് ചോദിച്ചാൽ അല്ലാഹു അത് നൽകാതിരിക്കൂല, നൽകുമെന്നല്ല, അത് നൽകാതിരിക്കില്ല. അത്രയും പവർഫുൾ ആണോ? അത്രയും പവർഫുൾ ആയിട്ടുള്ള അമലാണ്. അല്ലാഹു നൽകാതിരിക്കൂല എന്നാ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് മഹാനവറുകൾ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങൾ എന്തു ചോദിച്ചാലും ഈ ദുആഇനെ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ എന്തു ചോദിച്ചാലും അല്ലാഹു അത് നൽകാതിരിക്കൂല. എന്തു മുറാദാണെങ്കിലും നിങ്ങളെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ മനസ്സിലുള്ള എന്തു മുറാദ് മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ചോദിക്കേണ്ട താമസം അല്ലാഹു നിങ്ങൾക്കത് നൽകും. സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം ആ മുസല്ലയിലിരുന്നു കൊണ്ട് 3 പ്രാവശ്യം, മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം ആ മുസല്ലയിലിരുന്നു കൊണ്ട് ഒരു 3 പ്രാവശ്യം നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരും. ധാരാളം മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ? ധാരാളം ആളുകൾ കമന്റിൽ എഴുതി അറിയിക്കുന്ന ആളുകൾ, ധാരാളം മുറാദുകൾ. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ പേടിക്കേണ്ട. ഞങ്ങൾ ദുആ ചെയ്തു, തങ്ങളെ ധാരാളം ദുആ ചെയ്ത് എനിക്ക്
ഉത്തരം കിട്ടുന്നില്ല. ഇത് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി, ഇഖ്ലാസ് വേണം. വേറെ ആർക്കോ വേണ്ടി നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടിയാണ്. നമ്മളെ ജോലിൻ്റെ പ്രയാസത്തിലാണ്, നമ്മളെ കല്യാണ പ്രയാസത്തിൽ, മകൻ്റെ കല്യാണ പ്രയാസത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ മകളുടെ കല്യാണം നടക്കുന്നില്ല, മകൻ്റെ ജോലി നടക്കുന്നില്ല, ഭർത്താവിൻ്റെ ജോലി നടക്കുന്നില്ല, ഭർത്താവിൻ്റെ ചില പ്രയാസങ്ങൾ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് തങ്ങളെ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട് നമ്മളെ കാര്യത്തിനാണല്ലോ, ഇതൊക്കെ നമ്മളെ കാര്യങ്ങളാണല്ലോ, ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഇത് ചെയ്യണം. ഇത് കൊണ്ടുവരണം. നമ്മൾ സ്ക്രീനിൽ കാണിച്ച ആ ദുആഇനെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇഖ്ലാസോടുകൂടി കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യ്. അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കുക, അല്ലാഹു അതിന് ഉത്തരം നൽകും. അല്ലാഹു നൽകുമാറാകട്ടെ. ഈ ദുആഇനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ അമലിനെ ഈ സയ്യിദിയ മജ്ലിസിലെ എല്ലാവരും ഏറ്റെടുത്തു. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളെ ധാരാളം പ്രയാസങ്ങൾ അല്ലാഹ്, ഇതുകൊണ്ട് ഞങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസത്തിലാക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ ഇടങ്ങേറിലാക്കല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, നീറുന്ന പ്രയാസമായിട്ടാണ് ഈ മജ്ലിസ് ഞങ്ങൾ കാണുന്നതല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ കാവല് ഈ മജ്ലിസ് കാണുന്നവർക്ക് കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. അവരെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. അവർക്ക് വേണ്ടിയാണ് ഏത് മജ്ലിസിൽ പോയാലും ദുആ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. നെറ്റിത്തടം വിയർത്തുകൊണ്ട് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ഞങ്ങൾക്ക് അമാലുകൾ കുറവാണ് അല്ലാഹ്. ഇത്തരം മജ്ലിസുകളിൽ ഞങ്ങൾ പങ്കെടുക്കും, അവിടെ പറയുന്ന അമലുകൾ ഞങ്ങൾ സ്വീകരിക്കുമല്ലോ. അതുകൊണ്ടല്ലോ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഞങ്ങളെ പാപങ്ങൾ പുറത്തുകൊണ്ട് ഇത്തരം അമലുകൾ ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഇടങ്ങേറുകൾ നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് ബലാകൾ നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് മുസീബത്തുകൾ നൽകല്ലേ അല്ലാ. പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളും നീ ബാത്തിൽ ചെയ്യണേ അല്ലാ, നീ ഇബത്താൽ ചെയ്യണേ അല്ലാ, നീ ഇബത്താൽ ചെയ്യണേ അല്ലാ. സാഹീങ്ങളെ സിഹ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, മാക്കീങ്ങളെ മക്റിനെ തൊട്ട് കാക്കണേ അല്ലാ, ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാ, ളാലിമീങ്ങളെ ളുൽമിനെ തൊട്ട് കാക്കണേ അല്ലാ, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ ഇമ്മരപ്പടിയിലേക്ക് ധാരാളം സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട്, ധാരാളം മുറാദുകൾ പറഞ്ഞുകൊണ്ട്, ധാരാളം ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട്, പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, നീറുന്ന സങ്കട കണ്ണീരുമായി വരുന്ന ആളുകൾ, അല്ലാഹ് നീ അവരെ സകലമാന മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാ. അവരെ പ്രയാസങ്ങളെ പരിഹരിക്കണേ അല്ലാ. നീ സലാമത്തവർക്ക് നീ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ, ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾ, വിശിഷ്യ ഞങ്ങളെ ഖത്തറിലുള്ള ഞങ്ങളെ കൂടപ്പറപ്പീങ്ങൾ, അല്ലാഹ് അവരെ ബിസിനസ്സിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, അവർക്ക് റാഹത്തേകണേ അല്ലാ, അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, സയ്യിദന്മാരെയും ഉസ്താദുമാരെയും ഇൽമിനെയും സ്നേഹിക്കുന്നവരാണ്, കുടുംബമാണ് അല്ലാ. അല്ലാഹ് അവരെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ, അവരെ കൈകളെ തളർത്തല്ലേ അല്ലാ. അല്ലാഹ് അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ. യതീമക്കളെ സംരക്ഷിക്കുന്നവരാണ് അല്ലാ. അവരെ ബിസിനസ്സിൽ കിട്ടുന്ന ഒരു ലാഭം യതീമക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നവരാണ് അല്ലാ. അവരെ കൊയക്കല്ലേ അല്ലാ, അവരെ തളർത്തല്ലേ അല്ലാ. അല്ലാഹ് നീ അവരെ സംരക്ഷിക്കണേ അല്ലാ. ഈ സയ്യിദിയ മജ്ലിസിനെ കാണുന്നവരെ നീ സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹ് അവർക്ക് സംരക്ഷണത്തിന്റെ കവചം നീ കൊടുക്കണേ അല്ലാ. റഹ്മാൻ റഹീമീനായ അല്ലാ, ഞങ്ങളെ ഉപ്പാപ്പമാരുടെ കാവല് അവരെ ജീവിതത്തിൽ ഉടനീളം കൊടുക്കണേ അല്ലാ.
അങ്ങനെ ധാരാളം ഭാഗങ്ങളിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. ഞങ്ങളെ മജ്‌ലിസ് സ്ഥിരമായി കാണുന്ന സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാ, അവർക്ക് ദുരിതങ്ങൾ കൊടുക്കല്ലേ അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാ. അവരെ ഹലാലായി എന്ത് മുറാദാണെങ്കിലും നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിൽ ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, രോഗം കൊണ്ട് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. ഈ സയ്യിദിയ മജ്‌ലിസ് കാണുന്ന ധാരാളം ആളുകൾ രോഗികളാണ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാ, പരിപൂർണ രോഗശമനം നീ കൊടുക്കണേ അല്ലാ. ആജിലായ കാമിലായ അല്ലാ ശിഫ അവർക്ക് കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സമ്പത്തിനെയും ഞങ്ങളെ ശരീരത്തെയും കാർന്നു തിന്നുന്ന മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. രോഗം തന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ, ഞങ്ങളെ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, നീ സംരക്ഷിക്കണേ അല്ലാ. ഈ സയ്യിദിയും കുടുംബം അല്ലാ നീ അവരെ കാവല് കൊടുക്കണേ അല്ലാ, അവർക്ക് രക്ഷ കൊടുക്കണേ അല്ലാ, അവർക്ക് റാഹത്തേകണേ അല്ലാ, റാഹത്തേകണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ അല്ലാ. അല്ലാ, നിന്റെ കത്തിക്കരിയുന്ന ഭീകരമായ നരകം നീ ഹറാമാക്കണേ അല്ലാ, നീ ഹറാമാക്കണേ അല്ലാ. നിന്റെ സ്വർഗമല്ലാ ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ബിസ്മില്ലാഹിൽ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം.